വെഞ്ഞാറമൂടിൽ നടന്ന കൂട്ടക്കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ സംഭവം ഉൾക്കൊള്ളാനാകാതെ ഞെട്ടലിലാണ് നാടും നാട്ടുകാരും. സഹോദരനെ കൊന്നതാണ് നാട്ടുകാരിൽ പലരിലും ഒരേ സമയം ഭീതിയും ഞെട്ടലും ഉണ്ടാക്കിയത്. അഫാനും 14-കാരനായ സഹോദരനും തമ്മിൽ അത്രയും അടുപ്പമായിരുന്നു. പെൺസുഹൃത്തിനെയും സഹോദരനെയും കൊലപ്പെടുത്തുന്നതിന് മുൻപ് സഹോദരനായ 14-കാരൻ അഹ്സാന് ഇഷ്ടഭക്ഷണം വാങ്ങി നൽകിയതായി നാട്ടുകാർ പറയുന്നു. അനിയനെയും കൂട്ടി വെഞ്ഞാറമൂട്ടിലെ ഹോട്ടലിലെത്തി കുഴിമന്തി വാങ്ങിക്കൊടുത്തുവെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അതിനുശേഷമാണ് അഫാൻ ഈ കൊടും ക്രൂരത ചെയ്തത്. ഇരുവരും ഒരുമിച്ചാണ് പലപ്പോഴും പുറത്തു പോലും പോയിരുന്നത്. അങ്ങനെയുള്ള സ്വന്തം അനിയനെ ഇല്ലാതാക്കാൻ അഫാനെ പ്രേരിപ്പിച്ചതെന്താണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതിനാൽ തന്നെയാണ് സാമ്പത്തിക ബാധ്യതയാണ് കൊലയ്ക്ക് പിന്നിലുള്ള കാരണമെന്ന പ്രതിയുടെ മൊഴി അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വസിക്കാത്തത്. എന്താണ് കൂട്ടക്കൊലയ്ക്ക് അഫാനെ പ്രേരിപ്പിച്ചതെന്ന കാര്യത്തിൽ നാട്ടുകാർക്കും കൃത്യമായ മറുപടിയില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞതായാണ് വിവരം. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയുള്ള കുടുംബമല്ല അഫാന്റേതെന്നാണ് നാട്ടുകാരുടെ വെളിപ്പെടുത്തൽ. കൂട്ടക്കൊലയ്ക്ക് ശേഷം എലിവിഷം കഴിച്ച അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനാൽ വിശദമായ ചോദ്യം ചെയ്യലിന് സാധിക്കാത്തത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം തന്നെയാണ്. പ്രണയബന്ധത്തിന് എതിര് നിന്നതിനെ തുടർന്നുള്ള കൊലപാതകമാണോ എന്നതിൽ സംശയവുമുണ്ട്. കൊല്ലപ്പെട്ട പെൺസുഹൃത്തായ ഫർസാന അന്ന് ഉച്ചയ്ക്ക് 3:30-യോടെയാണ് അഫാന്റെ വീട്ടിലെത്തിയത്. ഇവർ തമ്മിലുള്ള ബന്ധത്തിലും അഭ്യൂഹത നിലനിൽക്കുന്നുണ്ട്. താൻ മരിച്ചാൽ കാമുകി തനിച്ചാകുമെന്ന് കരുതിയാണ് കാമുകിയെ വീട്ടിൽ നിന്ന് വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്തിയതെന്നും പ്രതി മൊഴി നൽകിയിരുന്നു. രണ്ടിടത്ത് കൊലപാതകം നടത്തിയ ശേഷമാണ് പ്രതി സ്വന്തം വീട്ടിലെത്തി അമ്മയെയും സഹോദരനെയും കാമുകിയെയും കൊന്നത്. കൊലപാതകത്തിന് ശേഷം വീട്ടിലെ ഗ്യാസ് തുറന്നിടുകയായിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകമെന്നാണ് നിഗമനം. തലയ്ക്കാണ് എല്ലാവർക്കും പരിക്കേറ്റത്. അഫാന്റെ വീട്ടിലെത്തുമ്പോൾ മാതാവ് ഷെമി ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പേരുമല പേരാവൂർ സ്വദേശി അഫാൻ വൈകിട്ട് 6:20-നാണ് സ്റ്റേഷനിലെത്തി കൊലപാതക വിവരം അറിയിച്ചത്. പേരുമലയിൽ 3 പേരെയും ചുള്ളാളത്ത് 2 പേരെയും പാങ്ങോട്ട് ഒരാളെയും കൊലപ്പെടുത്തിയെന്നായിരുന്നു മൊഴി. പാങ്ങോട്ടുള്ള വീട്ടിൽ യുവാവിന്റെ മുത്തശ്ശി സൽമ ബേബിയുടെ മൃതദേഹം കണ്ടെത്തി. സ്വന്തം വീട്ടിലാണ് 13 വയസ്സുള്ള സഹോദരൻ അഫ്സാനെയും പെൺകുട്ടി ഫർസാനയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. SN പുരം ചുള്ളാളത്ത് പിതാവിന്റെ സഹോദരൻ ലത്തീഫ്, ഷാഹിദ എന്നിവരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ചിലരെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കല്ലറപ്പാങ്ങോട്ടെ മുത്തശ്ശിയുടെ വീട്ടിലെത്തിയാണ് അഫാൻ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. സൽമ ബീവിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം SN പുരം ചുള്ളാളത്തെ പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തി 2 പേരെ വെട്ടിക്കൊന്നു. തുടർന്നാണ് പേരുമലയിലെ വീട്ടിലെത്തി സഹോദരനെയും പെൺകുട്ടിയെയും കൊലപ്പെടുത്തിയത്. 2 ദിവസം മുമ്പ് മുത്തശ്ശിയുടെ സ്വർണമാല വിൽക്കാനായി യുവാവ് ചോദിച്ചിരുന്നുവെന്ന് സൂചനകളുണ്ട്. ഇത് കൊടുക്കാത്തതിന്റെ പ്രകോപനത്തിലാണ് യുവാവ് കൊലപാതക പരമ്പര നടത്തിയെന്നും പറയപ്പെടുന്നു. പേരുമലയിലെ അഫാന്റെ വീട്ടിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് ഫർസാനയുടെ വീട്. ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുകയായിരുന്നു ഫർസാന. ട്യൂഷൻ എന്ന് പറഞ്ഞാണ് രാവിലെ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പ്രതി പിതാവിന്റെ കൂടെ വിദേശത്തായിരുന്നു. വിസിറ്റിംഗ് വിസയിൽ പോയി തിരിച്ചു വന്നതാണ്. വെഞ്ഞാറമൂട് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനിയൻ അഫ്സാൻ. ഇത്രയും പേരുടെ ജീവനെടുക്കാൻ മാത്രം അഫാനെ പ്രേരിപ്പിച്ചത് എന്തെന്നറിയാനാണ് ഒരു നാട് മൊത്തം ഉറ്റുനോക്കുന്നത്.